തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ ശസ്ത്രക്രിയയുടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സുമയ്യ സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിന് കോടതിയിലേക്ക് പോവുകയാണ്. നാളെ വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. 1 കോടി രൂപ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകുക. വഞ്ചിയൂർ പെർമനന്റ് ലോക് അദാലത്തിലാണ് കേസ് ഫയൽ ചെയ്യുക. സനിസ ശോഭ ചന്ദ്രൻ വിശദാംശങ്ങളുമായി. സനിസ, ആ സുമയ്യയുടെ വയറ്റിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവം നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. ആ ഗൈഡ് വയർ അവിടെ നിന്ന് പുറത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്നാൽ സുമയ്യക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് ഡോക്ടർമാർ നൽകുന്നുണ്ടെങ്കിൽ കൂടിയും ആ കുടുംബത്തിനോ അല്ലെങ്കിൽ സുമയ്യക്കോ അത് അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ വലിയൊരു നെഗ്ലിജൻസ് അവിടെ ഡോക്ടർമാരുടെ ഭാഗത്തുണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ ഗൈഡ് വയർ അവിടെ വെച്ച് മറന്നുപോയതിൽ കുടുങ്ങിപ്പോയതിലൊക്കെ വലിയൊരു അലംഭാവം ആശുപത്രി അധികൃതരുടെ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി. സ്വാഭാവികമായും ഒരു നഷ്ടപരിഹാരത്തിന് നിയമ പോരാട്ടത്തിലേക്ക് സുമയ്യക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അവർ അതിന് മൂവ് ചെയ്യുന്നു. എന്താണ് അവരുടെ മനസ്സ്, എങ്ങനെയാണ് അവരുടെ നീക്കങ്ങൾ, ഡോക്ടർമാർ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത്? സൈഫുദ്ദീൻ 2.5 വർഷം പിന്നിടുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്കിടെയാണ് സുമയ്യയുടെ ഹൃദയത്തിന്റെ ഭാഗത്തായിട്ട് ഹൃദയ ധമനികളോട് ചേർന്നിട്ട് ഈ ഗൈഡ് വയർ കുടുങ്ങിയത്. ഇത്തരത്തിൽ ഈ വലിയ തരത്തിലുള്ള ഒരു ചികിത്സാ പിഴവാണ് അവിടെ നടന്നത്. ഇത്തരത്തിൽ 2.5 വർഷം പിന്നിട്ടതിന് ശേഷമാണ് തന്റെ ഹൃദയ ധമനിയോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഗൈഡ് വയർ കുടുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം സുമയ്യ തന്നെ അറിയുന്നത് എന്നൊക്കെ വ്യക്തമായ ഒരു സാഹചര്യമാണ്. ഇവിടെ ചികിത്സാ പിഴവ് നടന്നിട്ടുണ്ട് എന്നത് ഈ ആരോഗ്യ വകുപ്പിന്റെ തന്നെ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് എടുക്കാൻ കഴിയില്ലെന്നും സുമയ്ക്ക് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ഈ ഒരു വലിയ ചികിത്സാ പിഴവിൽ നഷ്ടപരിഹാരം ലഭിക്കണം, കൂടാതെ ജോലി ലഭിക്കണം എന്നതായിരുന്നു സുമയ്യ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച ആവശ്യം. എന്നാൽ ഇപ്പോൾ ഈ ഗൈഡ് വയർ കുടുങ്ങിയത് കൊണ്ട് സുമയ്യയ്ക്ക് ഒരു തരത്തിലുള്ള അസുഖവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച സമിതി വിദഗ്ധ ഡോക്ടർമാരുടെ സമിതി വ്യക്തമാക്കിയത്. എന്നാൽ സുമയ്യയ്ക്ക് ഈ ഗൈഡ് വയർ കുടുങ്ങിയതിനെ തുടർന്ന് ഇത് ഈ ഹൃദയധമനിയോടായിട്ട് ചേർന്ന് നിൽക്കുന്നതിനെ തുടർന്ന് ശ്വാസതടസ്സം മുതലുള്ള രോഗങ്ങൾ ഉണ്ടെന്നാണ് സുമയ്യ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും തനിക്ക് സർക്കാരിൽ നിന്നും യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് സുമയ്യ കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇതിൽ സർക്കാരിനെയും അതുപോലെ തന്നെ ഡോക്ടർ രാജീവ് കുമാറിനെയും, ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ രാജീവ് കുമാറിനെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനെയും ആശുപത്രി അധികൃതരെയും ഒക്കെ പ്രതിചേർത്തായിരിക്കും ഈ ഒരു കേസ് ഫയൽ ചെയ്യുക. 1 കോടി രൂപയാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം സുമയ്യ ആശുപത്രിയിൽ ആവശ്യപ്പെടുക. വഞ്ചിയൂർ പെർമനന്റ് അദാലത്ത് വഴി വഞ്ചിയൂർ ജില്ലാ കോടതിയിലായിരിക്കും